ഒറ്റ കാര്യം ചോദിച്ചത്, കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞൊരു വാചകം വിവാദമായിട്ടുണ്ട്. ഏതവസ്ഥയിലുള്ളവരാണ് ഈ കാട്ടിൽ കയറി പോകുന്നത് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതിൽ കാട്ടിലേക്ക് കയറി പോകുന്നത് എന്തിനാണ് എന്ന് ആലോചിക്കണം എന്നാണ്. അത് രണ്ടും രണ്ടല്ലേ. ഏതവസ്ഥ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ കാട്ടിലേക്ക് കയറുന്നത് എന്തിനാ? കാട്ടിലേക്ക് ഒരുപാട് ആൾ കാട്ടിലേക്ക് പോകുന്നത് തടഞ്ഞിട്ടുണ്ട്. വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ അനുവാദമില്ലാതെ ആദിവാസികൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അനുവാദം വേണം. അനുവാദമില്ലാതെ ചോദിക്കുന്ന സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇന്നലെ പ്ലാന്റേഷനകത്താണ് സോഫിയ എന്ന സ്ത്രീ. അതെ, ഇപ്പം നമ്മളിതുവരെ പറഞ്ഞു വന്നത് വനത്തിന് പുറത്തിറങ്ങി ജനവാസ മേഖലകളിലെത്തി വന്യജീവികൾ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ്. ആ ഡെഫിനിഷനിൽ നിന്ന് മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കണം, അത്രയേ ഉള്ളൂ. ജനവാസ മേഖലയിൽ ഇവരിറങ്ങുന്നതാണല്ലോ നമ്മൾ പറയുന്നത്. പക്ഷേ ഇത് ജനവാസ മേഖലയിൽ നല്ല സംഭവിക്കുന്നത്. പക്ഷേ നമ്മളത് അങ്ങനെ സാങ്കേതികമായി നോക്കുന്നില്ല എന്നും കൂടി ഞാൻ പറഞ്ഞു. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവർക്ക് അതുപോലെ വ്യാഖ്യാനിക്കാമെന്നല്ലാതെ. അല്ല, ഉത്തരവാദിത്വം ഏൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ സാങ്കേതികത്വം നോക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ കൂട്ടിച്ചേർത്തില്ലെങ്കിൽ ഈ പ്രശ്നം തീരുമായിരുന്നു. നിയമവിരുദ്ധമല്ലേ? അപ്പോൾ എങ്കിലും നമ്മളതിൻ്റെ ഒരാൾക്ക് പരിക്ക് പറ്റുകയും മരണപ്പെടുകയും ചെയ്യുമ്പോൾ അതിൻ്റെ നിയമവശത്തിന് പകരം അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ള നിലപാടാണ് ഗവൺമെൻറ് എടുക്കുന്നത്. ഇപ്പോൾ സംഭവിക്കുന്ന ഈ കാട്ടാന കടുവ സംഘർഷങ്ങളിൽ അധികവും അങ്ങനെയാണോ വനംവകുപ്പിൻ്റെ ഒരു വിലയിരുത്തൽ? അല്ല, ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാലോ എവിടുന്നാണ് സംഭവിച്ചതെന്ന്. അപ്പോൾ അതുകൊണ്ട് അതിനെ എല്ലാം ഒരുപോലെ കാണണ്ട. പക്ഷേ ഗവൺമെൻറ് ഒരാൾ മരിച്ചാൽ, അപകടം പറ്റിയാൽ അതങ്ങനെയാണല്ലോ, നിയമം ഇങ്ങനെയാണല്ലോ, പിന്നെ വന്യജീവി നിയമത്തിൽ വകുപ്പിന്നതാണെന്നല്ലോ എന്ന് പറഞ്ഞ് അത് ഉദ്ദേശിക്കുന്നില്ല. അപകടം പറ്റി അതിൻ്റെ അത് ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കാണ്. അതിൻ്റെ സാങ്കേതികത്വമല്ല ഞങ്ങൾ നോക്കുന്നത്. പക്ഷേ അതിൻ്റെ എല്ലാവർക്കും അറിയാലോ എന്നാണ്. വനം നിയമം എല്ലാവർക്കും അറിയാലോ. അല്ലേ നിങ്ങളൊരു പരിശോധന നടത്ത്. വനംവകുപ്പിന്റെ വിലയിരുത്തൽ എങ്ങനെയാണെന്നുള്ളതാണ്. അല്ല, നിങ്ങളൊന്ന് പരിശോധിക്കും. അല്ല, ഇന്നലെ ഇപ്പം ഉണ്ടായ 3 എവിടുന്ന? ഇന്നലെ ഉണ്ടായ 3 എവിടെയാ? ജനവാസ പ്ലാന്റേഷനകത്താണ്. അതെ, പ്ലാന്റേഷൻ ജനവാസ മേഖലയാണോ? അകത്താണ്. അല്ല, അപ്പോൾ രണ്ടുമുണ്ട് ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ ആ സാങ്കേതികത്വം നോക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിപ്പോഴും പറയുന്നത് ആ സാങ്കേതികത്വം നോക്കാതെ കർഷക ജനതയെ ആശ്വസിപ്പിക്കാനുള്ള നടപടികൾക്ക് മുൻതൂക്കം നൽകുന്നുണ്ട്. പക്ഷേ അതിലിടക്ക് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ അതിന് സമാന്തരമായി തന്നെ എത്ര വന്യമൃഗങ്ങൾ മരിച്ചിട്ടുണ്ട്. ആ മരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് ഉത്കണ്ഠയില്ലേ? അപ്പോൾ അതൊക്കെ പരിശോധിക്കണമെന്നൊരു നിലയെടുത്തു എന്നല്ലാതെ അതിലെന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അല്ല, അങ്ങനെയല്ല. ജനങ്ങൾ ഗവൺമെൻറ്റിന് ചില ഉത്തരവാദിത്തങ്ങളില്ലേ? ആളുകൾ മരിച്ചാൽ അതിനെപ്പറ്റി നോക്കേണ്ട ഉത്തരവാദിത്വം ജനങ്ങൾക്കുണ്ട്. ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കണം. അതാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത്. അവിടെ ഞാൻ സാങ്കേതികത്വം പറയുന്നില്ലെന്നാണ് പറഞ്ഞത്. അല്ല, ഇന്നത്തെ യോഗത്തിൽ നമ്മൾക്ക് അടിയന്തരമായി പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്താണ്? മറ്റു നിങ്ങളുടെ നിയമവ്യാഖ്യാനമൊന്നും നടത്താൻ ഇപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല.